ഓക്കെ. സോ ഇന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ PYQ ഡിസ്കഷൻ സെഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ എല്ലാവരും കവർ ചെയ്ത് കഴിഞ്ഞോ? എന്തെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉള്ളതായിട്ടുണ്ടോ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്? ഓക്കെ ആണോ? എല്ലാം മനസ്സിലായിട്ടുണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തനിയെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? തിയറി ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. തിയറി നിങ്ങൾ ബേസിക് ആയിട്ട് അധികം ഇൻഡെപ്ത് ആയിട്ട് ഇറങ്ങി പോവേണ്ടതില്ല. ജസ്റ്റ് അതിൽ വരുന്ന എന്താണെന്ന് ജസ്റ്റ് അതിൽ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിൽ വരുന്ന മെയിൻ ടേംസ് ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഭയങ്കരമായിട്ട് ഇൻഡെപ്ത് ആയിട്ട് പോവേണ്ട കാര്യമില്ല. കാരണം അധികം ഇപ്പോൾ തിയറി ചോദിക്കാറില്ല. വളരെ കുറച്ചാണ് ഇപ്പോൾ തിയറി ചോദിക്കാറുള്ളത്. അപ്പോ ബേസിക് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും തിയറിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മെമ്മറി മോഡൽ സംനേഷ്യ ഒക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ മെമ്മറി മോഡൽസും അംനേഷ്യ ഒക്കെ നമ്മള് നിങ്ങളുടെ ആപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ പ്രീവിയസ് കുറച്ച് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യാം, അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ അല്ലെ? റെഡി ആയിന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് തൊട്ട് മുന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് നോക്കാം കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു PYQ സെഷനിൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ പല ഭാഗങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്കഷനിൽ തന്നെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് ടേംസും അതുപോലെ തന്നെ നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മളുടെ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേഷൻ എന്ന് പറയുന്ന ഭാഗം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഫോർ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ? നിങ്ങൾ എല്ലാവരും ഇവാലുവേഷൻ ഭാഗം കവർ ചെയ്തിട്ടുള്ളവരാണെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ നമ്മളൊരു മെയിൻ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ പഠിച്ചപ്പോൾ കണ്ട 2 ടൈപ്സ് ആണ് നോം റെഫറൻസ്ഡ് ഇവാലുവേഷനും ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷനും. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ട്രൂ ആയിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ നോട്ട് ചെയ്യാനാണ്, മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് സപ്പോർട്ട്സ് ഫോർമേറ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അത് ശരിയാണോ തെറ്റാണോ? ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? ടു നോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇൻ എ വെൽ ഡിഫൈൻഡ് ലേണിംഗ് ടാസ്ക്. ശരിയാണോ തെറ്റാണോ? Typically focuses on a more specific domain of examinee's behavior to know the relative position or rank of the students in a well-defined non-population, to ascertain an individual status with respect to a defined achievement domain. ഇതിൽ ഏതൊക്കെയാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ? സൗണ്ട് കുറവുണ്ടെന്ന് ഒരാൾ പറയുന്നുണ്ട്. സൗണ്ട് കുറവുണ്ടോ? സാധാരണ സൗണ്ട് കൂടുതലാണെന്നാണ് പറയാറുള്ളത്. ഓക്കെ ആണല്ലേ? ഓക്കെ,
അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കൂ ട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. യെസ്, കുറെ പേര് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നുണ്ട്. നമ്മൾക്ക് കറക്റ്റ് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത് എന്നുള്ളത്. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, അതായത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ ഇപ്പൊ എന്തെങ്കിലും ഒരു സമ്മേറ്റീവ് വാലുവേഷനോ അല്ലെങ്കിൽ ഫോർമേറ്റീവ് വാലുവേഷനോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഒരു എക്സാം ഒക്കെ എടുത്തതിന് ശേഷം അതെന്തിന്റെ ബേസിസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിനുള്ളൊരു മാനദണ്ഡമാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്നുള്ളത്. അതായത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ മെത്തേഡ് ആണ് നമ്മൾ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രീസെറ്റ് ചെയ്ത് വെച്ച ഒരു ക്രൈറ്റീരിയ ഉണ്ടാകും, മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ച ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ടാകും. അതിന്റെ ബേസിസിലാണ് കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സെറ്റ് എക്സാം ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കറക്റ്റ് ഒരു കട്ട് ഓഫ് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും. ഈ കട്ട് ഓഫിന് മുകളിലാണെങ്കിൽ കുട്ടി പാസ്സായി, കട്ട് ഓഫിന് താഴെയാണെങ്കിൽ കുട്ടി ഫെയിലായി എന്നുള്ളൊരു ക്രൈറ്റീരിയ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഡയമെൻഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇവാലുവേഷനെയാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. ഈ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷനിലൂടെ ഒരു കുട്ടിയുടെ ആക്ച്വൽ പെർഫോമൻസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് പെർഫോമൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ആ ഒരു പെർഫോമൻസിൽ അല്ലെങ്കിൽ ആ ഒരു എക്സാമില് പെർഫോം ചെയ്ത ബാക്കി കുട്ടികളുടെ മാർക്കോ അല്ലെങ്കിൽ ബാക്കി കുട്ടികളുടെ പെർഫോമൻസ് ഒന്നും ബാധകമല്ല. ഓക്കെ, അവരുടെ മാർക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ മാർക്ക് എത്രയാണ്, ഇതൊന്നും ബാധകമല്ല. ആ കുട്ടി എത്ര സ്കോർ ചെയ്തു, ആ കുട്ടി ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്രൈറ്റീരിയ കടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഫുൾഫിൽ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷനിൽ ബാധകമായിട്ടുള്ളൂ. ബാക്കിയൊന്നും ബാധകമല്ല. നമ്മൾക്കറിയാം അല്ലെ. അപ്പോൾ ടു നോ ദ റിലേറ്റീവ് പൊസിഷൻ ഓർ റാങ്ക് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ വെൽ ഡിഫൈൻഡ് നോൺ പോപ്പുലേഷൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷനിൽ ചേർക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ കൂടെ ആ ഒരു പെർഫോമൻസിൽ, ആ ഒരു മത്സരത്തിൽ, ആ ഒരു എക്സാമിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റുള്ള സ്റ്റുഡൻസിന്റെ വെച്ചിട്ട് നമ്മളുടെ പൊസിഷനോ റാങ്കോ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ളതല്ല ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. അതിനുള്ള, അതായത് നമ്മുടെ ഒരു റിലേറ്റീവ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ റാങ്ക് എവിടെയാണ്, പൊസിഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ഇവാലുവേഷൻ ആണ് നമ്മൾക്കറിയാം നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ അതിനുള്ള ഇവാലുവേഷൻ അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് സപ്പോർട്ട്സ് ഫോർമേറ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷനെയും ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം അല്ലെ ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ഇത് ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഇവിടെ കമ്പൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഡ്യൂറിങ് ദ ടീച്ചിങ് പ്രോസസ് ആണല്ലേ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടികൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അവര് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് കുട്ടികളുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണല്ലേ ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അത് നമ്മൾക്കറിയാം. ഓക്കെ, ഈ ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ നമ്മൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതായത് ഒരു മാത്സ് ക്ലാസ് ആണ്. മാത്സ് ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഭാഗം ടീച്ചർ പഠിപ്പിച്ചു. അപ്പോൾ ഡ്യൂറിങ് ദ ടീച്ചിങ് പ്രോസസ് ടീച്ചർക്ക് ഒരു ഡൗട്ട്, ഓക്കെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, കുട്ടികൾ തെറ്റില്ലാതെ എത്രത്തോളം നല്ല രീതിയിൽ ആ ഒരു ടോപ്പിക് കോംപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ടീച്ചർക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് കുട്ടികളുടെ പെർഫോമൻസ് ടീച്ചർക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, ഒരു എക്സാമിനേഷൻ നടത്തി. ഒരു 10 ക്വസ്റ്റ്യൻസ് ടീച്ചർ കൊടുത്തു, അല്ലെങ്കിൽ ഒരു 10 മൾട്ടിപ്ലിക്കേഷന്റെ പ്രോബ്ലംസ് ടീച്ചർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു, ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തു. അതായത് കുട്ടികളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ പഠിച്ചിട്ടുണ്ടോ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അവര് മനസ്സിലാക്കൽ അത്ര പോരാ എന്നുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്തു. 10 ക്വസ്റ്റ്യനിൽ ഒരു 8 ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ
ഒരു 80% എന്താ കുട്ടികൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ഡിവിഷനിലോട്ട് കടക്കാം എന്നുള്ളത് ടീച്ചർ തീരുമാനിക്കുകയാണ്. ഇനി ഈ ഒരു 8 ക്വസ്റ്റ്യൻസ് കുട്ടികൾ ശരിയാക്കുന്നില്ല, കുട്ടികൾ 7 ക്വസ്റ്റ്യൻസും 5 ക്വസ്റ്റ്യൻസും 2 ക്വസ്റ്റ്യൻസും ഒക്കെ മാത്രമാണ് കുട്ടികൾ ശരിയാക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ വിചാരിക്കുകയാണ് ഓക്കെ, ഡിവിഷനിലോട്ട് പോകാൻ സമയമായിട്ടില്ല, മൾട്ടിപ്ലിക്കേഷൻ തന്നെ ഒന്നുകൂടെ റെഡിയാക്കാനുണ്ട് എന്നുള്ളത് തീരുമാനിക്കുകയാണ്. അതായത് ഡ്യൂറിങ് ദ ടീച്ചിങ് പ്രോസസ് ആ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ തന്നെ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഇത്. ഇനി ഇതിനനുസരിച്ചിട്ട് ഈ ഒരു ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ അനുസരിച്ചിട്ട് ടീച്ചർക്ക് എന്തുകൂടെ നടത്താം? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കൂടെ നടത്താം. അതായത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു റെമഡിയൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയൻ ഇവാലുവേഷനിലൂടെയൊക്കെ ടീച്ചർക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഈ കുട്ടിക്ക് ഈ ഭാഗത്ത് കണക്ക് കൂട്ടുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കുട്ടിക്ക് അത്രത്തോളം എന്താ വഴങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു 8, 9 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കുട്ടിക്ക് കുറച്ചും കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ ആ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കൂടെ അവിടെ നടത്താണ്, കുട്ടിയുടെ ഒരു വീക്ക്നെസ് കൂടി അവിടെ നടക്കുന്നുണ്ട്. സോ ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ ഫോർമേറ്റീവ് ഇവാലുവേഷനെയും ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയോ എങ്ങനെയാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ ഫോർമേറ്റീവ് ഇവാലുവേഷനെയും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനെയും സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ടു നോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇൻ എ വെൽ ഡിഫൈൻഡ് ലേണിംഗ് ടാസ്ക്. ഇവിടെ മെഷർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷനിൽ മെഷർ ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ആബ്സല്യൂട്ട് പെർഫോമൻസ് ആണ്, ആക്ച്വൽ പെർഫോമൻസ് ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നതും ടു നോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇൻ എ വെൽ ഡിഫൈൻഡ് ലേണിംഗ് ടാസ്ക്. ഒരു വെൽ ഡിഫൈൻഡ് ലേണിംഗ് ടാസ്കിലുള്ള കുട്ടിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് കംപ്ലീറ്റ്ലി അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. സോ ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ സി typically focuses on a more specific domain of examinee's behavior. നമ്മൾ പറഞ്ഞു അല്ലെ, ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷനിൽ ഒരു പെർട്ടിക്കുലർ ഡൊമെയിൻ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പ്രീസെറ്റ് ആയിട്ട് അവിടെ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യും. ആ ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സ്പെസിഫിക് ഡൊമെയിൻ ആയിരിക്കും ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ to ascertain an individual status with respect to a defined achievement domain എന്നുള്ളതാണ്. അതായത് ഒരു ക്രൈറ്റീരിയയുടെ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ഡൊമെയിൻ വെച്ചിട്ട്, അതായത് ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ അതും ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എക്സാമ്പിൾ തന്നെയാണ്. അപ്പൊ ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഒരു ഓപ്ഷനും ഡൗട്ട് ഇല്ലല്ലോ അല്ലെ? ഡി ഒന്നുകൂടെ പറയാൻ പറയുന്നുണ്ട്. ടു നോ ദ റിലേറ്റീവ് പൊസിഷൻ ഓർ റാങ്ക് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ വെൽ ഡിഫൈൻഡ് നോൺ പോപ്പുലേഷൻ. അതായത് ഒരു കുട്ടിയുടെ പൊസിഷൻ, ഓക്കെ, ഒരു കുട്ടിയുടെ പൊസിഷൻ, ഒരു കുട്ടി ഫെയിൽ ആയോ പാസ്സായോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ കൂടെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ബാക്കി കുട്ടികളുടെ പൊസിഷനും റാങ്കും ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, ഇതൊരു റിലേറ്റീവ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എത്ര പെർഫോം ചെയ്തിട്ടും കാര്യമില്ല, നമ്മളുടെ കൂടെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ റാങ്ക് എവിടെയാണ്, മാർക്ക് എന്താണ് എന്നുള്ളത്, നമ്മളുടെ ആ ഒരു സ്ഥാനം എന്താണെന്നുള്ളത് പറയുന്നത്. ഇപ്പോ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ട മത്സരം എടുക്കാം. ഓട്ട മത്സരത്തിൽ നമ്മൾ എത്ര ഓടിയിട്ടും എത്ര സ്പീഡിൽ ഓടിയിട്ടും കാര്യമില്ല അല്ലെ. നമ്മളുടെ കൂടെ ആ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഓട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഏത് പൊസിഷനിലാണ് വരുന്നത് എന്നുള്ളതിലാണ് കാര്യം. അതാണ് നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ക്രോണോളജിക്കലി ആസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. നിങ്ങളുടെ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സസിൽ ലേണിംഗ് തിയറീസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ലേണിംഗ് തിയറീസിന്റെ ക്ലാസ്സസ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ.
ലേണിംഗ് തിയറീസിൽ ഏകദേശം ലാസ്റ്റ് ഹ്യൂമനിസ്റ്റിക് തിയറി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മളുടെ ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിഹേവിയറിസ്റ്റിക് തിയറീസ്, കോഗ്നിറ്റീവ് തിയറീസ്, ജസ്റ്റാൾട്ട് തിയറി, അവസാനം ഹ്യൂമനിസ്റ്റിക് തിയറി. ഈ ഹ്യൂമനിസ്റ്റിക് തിയറിയിൽ വരുന്ന ഒരു തിയറിയാണ് എബ്രഹാം മാസ്ലോയുടെ ഒരു തിയറിയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഈ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കറക്റ്റ് അതിന്റെ ഓർഡറിൽ, കറക്റ്റ് അതിന്റെ ഓർഡറിൽ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു ക്രമീകരണം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. യെസ്, ഒരുപാട് പേര് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, അതായത് ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്, പിന്നെ വരുന്നതാണ് സേഫ്റ്റി നീഡ്, പിന്നെ വരുന്നതാണ് സോഷ്യൽ നീഡ്സ്, പിന്നെ വരുന്നതാണ് സെൽഫ് എസ്റ്റീം നീഡ്സ്, പിന്നെ ഏറ്റവും അവസാനം ഹൈറാർക്കിയുടെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. എബ്രഹാം മാസ്ലോ ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. അതായത് നമ്മൾ മനുഷ്യന്മാരുടെ ആ ഒരു നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ ഉണ്ടല്ലോ, നമ്മളുടെ നീഡ്സ്, അതിനെ അദ്ദേഹം ഏറ്റവും ബേസിക് നീഡ് മുതൽ അതിനൊരു ഹൈറാർക്കി ആയിട്ട് സെറ്റ് ചെയ്തു. ഏറ്റവും ബേസിക് ആയിട്ട്, ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മളുടെ ഏത് നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ടത്, അത് കഴിഞ്ഞ് നമ്മളുടെ ഏത് നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ടത്, ദെൻ ഏതാണ്, പിന്നെ ഏതാണ്, പിന്നെ ഏതാണ്, ഏറ്റവും ടോപ്പിൽ ആ ഒരു നീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് വേറെ ആവശ്യങ്ങൾ ഇല്ല, നമ്മൾ ഫുൾഫിൽഡ് ആയി. അപ്പൊ ഏറ്റവും ടോപ്പിലുള്ള നീഡ് ഏതാണ്, അതിനനുസരിച്ചിട്ട് അദ്ദേഹം ഒരു പിരമിഡ് രീതിയിൽ, ഒരു ഹൈറാർക്കി രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത, അല്ലെങ്കിൽ ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള നീഡ് ഒന്നും നമ്മൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾക്ക് വേണ്ട നീഡ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡാണ്. ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ റെസ്റ്റ്, വാംത്ത് ഒക്കെയാണ് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്. ദെൻ സേഫ്റ്റി നീഡാണ്. സേഫ്റ്റി നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം, ഷെൽട്ടർ, സെക്യൂരിറ്റി, അതൊക്കെയാണ് സേഫ്റ്റി നീഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മളുടെ ബേസിക് നീഡ്സ് ആണ്, നമുക്ക് ഒഴിവാക്കാനാവാത്ത ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട നീഡ്സ് ആണ്. പിന്നെ അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് വരുന്ന നീഡാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്, അതായത് സോഷ്യൽ നീഡ്സ്. ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് വേണം, ഫ്രണ്ട്സ് വേണം, ഇന്ററാക്ഷൻസ് വേണം, കണക്ഷൻസ് വേണം, അതാണ് മൂന്നാമത്തെ നീഡ്. ദെൻ അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള നീഡാണ് സെൽഫ് എസ്റ്റീം നീഡ്സ് ആണ്. അതായത് എന്നെ കുറിച്ചിട്ട് ഉള്ള എൻ്റെ ഒരു ഫീലിംഗ് എന്താണ്, ഞാൻ കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, എല്ലാവരും എന്നെ ഭയങ്കര ബഹുമാനത്തോട് കൂടിയിട്ടൊക്കെയാണ് നോക്കുന്നത്, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള നമ്മളുടെ ആ ഒരു സെൽഫ് എസ്റ്റീം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും സൈക്കോളജിക്കൽ നീഡാണ്. ഇതിനേക്കാളും മുകളില് ഇതിനേക്കാളും മുകളിൽ, അതായത് ഇനി ഒന്നുമില്ല, നമ്മൾ നമ്മളുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ പുറത്തെടുത്ത് കഴിഞ്ഞു, നമ്മൾക്ക് ഇനി വേറെ നീഡ്സ് ഒന്നുമില്ല, നമ്മൾ നമ്മളുടെ ഒരു ബെസ്റ്റ് സെൽഫ് എത്തി, നമ്മളുടെ ബെസ്റ്റ് വേർഷനിൽ നമ്മൾ എത്തി, അത്തരത്തിലുള്ള ആ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഫുൾഫിൽമെന്റ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇതിനു മുന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ഈ ഒരു പിരമിഡ് വെച്ചിട്ട്, ഈ ഒരു ഹൈറാർക്കി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് അതിന്റെ ഓർഡർ നോക്കാം. ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ബേസിക് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ കാര്യങ്ങൾ, ദെൻ സേഫ്റ്റി നീഡ്സ്, ഹോം, ഷെൽട്ടർ, സെക്യൂരിറ്റി, പിന്നെ സോഷ്യൽ നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് ആണ്, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നീഡാണ്. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് എസ്റ്റീം നീഡാണ്, പിന്നെ ഏറ്റവും ടോപ്പിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആണെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേപ്പർ 2 പല സബ്ജക്ട്സുകളിലായിട്ട്, ഇപ്പൊ സൈക്കോളജി ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും കേട്ടോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പൊ പഠിച്ചില്ലാതെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയാൻ പോകുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്? ടീച്ചിങ് എയ്ഡ്സിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിമ്പിൾ ആണ്. നിങ്ങൾ ഇത് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന, നിങ്ങൾക്ക് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്? നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്താണ്? എപ്പിഡയസ്കോപ്പ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണോ? ഓഡിയോ കാസറ്റ്സ്, ഫിലിം സ്ട്രിപ്പ് ആൻഡ് സ്ലൈഡ്സ്, മോഡൽസ്, പ്ലാസ്റ്റിക് ഗ്രാഫ്? ഇതിൽ ഏതൊക്കെയാണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്?
ഓക്കെ, നമ്മൾക്ക് നോക്കാം. വിവിധ ആൻസേഴ്സ് വരുന്നുണ്ട്. എയും ബിയും സിയും ഡിയും ഒക്കെ വരുന്നുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കേട്ടോ. ഡി ആണ്. അതായത് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്, ഓഡിയോ കാസറ്റ്സ് വരുന്നുണ്ട്, പിന്നെ മോഡൽസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിഗ്രാഫ്. ഇത് മൂന്നെണ്ണാണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് പ്രൊജക്റ്റഡ് എയ്ഡ്സ്, എന്താണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് നമ്മൾക്ക് നോക്കാം. നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾക്ക് എന്താണ് പ്രൊജക്റ്റഡ് എയ്ഡ്സ് നോക്കാം. പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ LCD പ്രോജക്ടർ, അതുപോലെ തന്നെ സ്ലൈഡ്സ് ഒക്കെ നമ്മൾ കാണൂലേ നമ്മളുടെ സ്മാർട്ട് ക്ലാസ് റൂമിലൊക്കെ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ ഡിവൈസിലുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നമ്മളുടെ വാളിലൊക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്യിപ്പിക്കൂലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എയ്ഡ്സ് ആണ് പ്രൊജക്റ്റഡ് എയ്ഡ്സ്. എപ്പിഡയസ്കോപ്പ്, ഫിലിം സ്ട്രിപ്പ് ആൻഡ് സ്ലൈഡ്സ്, ഓവർ ഹെഡ് പ്രൊജക്ടർ, LCD പ്രൊജക്ടർ, ഇതൊക്കെ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. എപ്പിഡയസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു വീഡിയോ ക്യാമറ ഉണ്ടല്ലോ, പണ്ടത്തെ വീഡിയോ ക്യാമറ, അതുപോലെയുള്ള ഒരു അപ്പാരറ്റസ് ആണ്. അതിൽ നമ്മൾ ഇമേജസും വീഡിയോസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വാളിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്, ഒരു എക്യുപ്മെന്റ് ആണ് എപ്പിഡയസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്തതാണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചുമരിലോട്ട് വാളിലോട്ട് ഒന്നും പ്രൊജക്ഷൻ ഒന്നും പറ്റില്ല. നമ്മൾക്ക് ചുമ്മാ നമ്മൾക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോ ചാർട്ട്സ് ആയിക്കോട്ടെ, മോഡൽസ് ആയിക്കോട്ടെ, ഫ്ലാഷ് കാർഡ്സ് ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഓഡിയോ കാസറ്റ്സ് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ഗ്രാഫ്സ് ആയിക്കോട്ടെ. പ്ലാസ്റ്റിക് ഗ്രാഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചാർട്ട് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പോലെയുള്ള ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് ഗ്രാഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾക്ക് കേട്ടുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾക്ക് തൊട്ടുകൊണ്ടൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന എയ്ഡ്സ് ആണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. ഒട്ടും നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. എപ്പിഡയസ്കോപ്പ് അതൊരു പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. ഓഡിയോ കാസറ്റ്സ് നമുക്കറിയാം നോൺ പ്രൊജക്റ്റഡ് ആണ്, നമുക്ക് കേട്ടുകൊണ്ട് മാത്രം പഠിക്കാൻ പറ്റുള്ളൂ. ഫിലിം സ്ട്രിപ്പ് ആൻഡ് സ്ലൈഡ്സ് അത് പ്രൊജക്റ്റഡ് ആണ്. പിന്നെ മോഡൽസും പ്ലാസ്റ്റിക് ഗ്രാഫും നോൺ പ്രൊജക്റ്റഡ് ആണ്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെന്ന് കരുതുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പറയട്ടോ. ഓക്കെ, നിങ്ങളുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടീച്ചിങ് എയ്ഡ്സ്, നമുക്കറിയാം ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത് ടീച്ചിങ്ങും ലേണിങ്ങും കൂടുതൽ രസകരമാക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോക്കും ബോർഡൊക്കെ നമുക്കറിയാം എന്താണ്, നോൺ പ്രൊജക്റ്റീവ് എയ്ഡ്സ് ആണ്, പ്രൊജക്ട് ചെയ്യാത്ത രീതിയിലുള്ള എയ്ഡ്സ് ആണ്. ഓവർ ഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് അത് പ്രൊജക്റ്റീവ് എയ്ഡ് ആണ്. മൂക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈൻ എഡ്യൂക്കേഷന് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. പെഡഗോഗി റെഫേഴ്സ് ടു, പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെയാണോ പെഡഗോഗി എന്ന് പറയുന്നത്? ചൈൽഡ് സൈക്കോളജിയെയാണോ പെഡഗോഗി എന്ന് പറയുന്നത്? ടീച്ചിങ് മെത്തേഡ്സിന് പറയുന്ന പേരാണോ പെഡഗോഗി? ഇവാലുവേഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ലേണിംഗിന് പറയുന്ന പേരാണോ പെഡഗോഗി? പെഡഗോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ആപ്റ്റ് ആയത് ഏതാണ്? ചിലപ്പോ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഒക്കെ പെഡഗോഗി അല്ലേ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. എന്നാലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, ഒറ്റ ആൻസറേ ഉള്ളൂ എന്ന് വരുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ആൻസേഴ്സിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എയും സി ആണ് കേട്ടോ. എയും സിയും ആണ്. കറക്റ്റ് ആൻസർ നമ്മൾക്ക് നോക്കാം. എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അതായത് ഇതൊരു ടീച്ചിങ് മെത്തേഡ്സ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും, അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ അതിനേക്കാളും ബ്രോഡായിട്ട് പെഡഗോഗിക്ക് പല കാര്യങ്ങളും ഉണ്ട്. സോ നമ്മൾക്ക് ബ്രോഡായിട്ട് പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് നമ്മൾക്ക് പറയാം. ഓക്കെ, പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം പെടും. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ മെത്തേഡ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് എഡ്യൂക്കേറ്റേഴ്സ് യൂസ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ് അമംഗ് സ്റ്റുഡൻസ്. കുട്ടികൾക്ക് ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ
മെത്തേഡ്സ് ആയിക്കോട്ടെ, ടീച്ചിങ് മെത്തേഡ്സ് ആയിക്കോട്ടെ, ലെസൺ പ്ലാൻസ് ആയിക്കോട്ടെ, പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രാക്ടീസസ് ആയിക്കോട്ടെ, എല്ലാം പെഡഗോഗിയിലാണ് ഉൾപ്പെടുന്നത്. ഒരു കോണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത് മുതൽ കുട്ടികൾ എങ്ങനെ അതിൽ എൻഗേജ്ഡ് ആകുന്നു, എങ്ങനെയാണ് ഇവാലുവേഷൻ പോകുന്നത്, എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത്, ഇതെല്ലാ കാര്യങ്ങളും പെഡഗോഗിയിൽ വരുന്ന കാര്യമാണ് എന്നുള്ളത് നോക്കാം ട്ടോ. അപ്പൊ ടീച്ചിങ് മെത്തേഡ്സും ഇതിൽ വരുന്നുണ്ട്. എന്നാൽ ടീച്ചിങ് മെത്തേഡ്സ് മാത്രമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അതിനേക്കാളും ബ്രോഡ് ആയിട്ടുള്ള കാര്യമാണ് പെഡഗോഗി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ടീച്ചിങ്ങിനെയും ലേണിങ്ങിനെയും മൊത്തത്തിൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ നടക്കുന്നു അതിനൊക്കെ നമ്മൾക്ക് ഒരുമിച്ച് ചേർത്ത് പെഡഗോഗി എന്നുള്ള പേര് നമ്മൾക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ലേണിംഗ് പ്രോഗ്രഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താഴെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മളുടെ ലേണിംഗ് നടക്കുന്ന ആ ഒരു ലേണിംഗ് പ്രോഗ്രഷനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ് ഇൻഫർമേഷൻ ഇൻ ന്യൂ സിറ്റുവേഷൻ, എക്സ്പ്ലെയിൻ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ്, ഡ്രോ കണക്ഷൻസ്, റീകോൾ ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ, പ്രൊഡ്യൂസ് ന്യൂ വർക്ക്. ഫസ്റ്റ് ഏത് നടക്കുന്നു, പിന്നെ ഏത് നടക്കുന്നു, പിന്നെ ഏത് നടക്കുന്നു, ആ ഒരു ക്രമത്തിലാണ് നമ്മൾ ലേണിംഗ് എങ്ങനെ നടക്കുന്നു, ആ ഒരു ലേണിംഗിന്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ് അതിന്റെ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പല പല ആൻസേഴ്സും വരുന്നുണ്ട്. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അതായത് ആദ്യം വരുന്നത് റീകോൾ ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. റീകോൾ ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ അതായത് നമ്മളിപ്പോ എന്ത് കാര്യം പഠിപ്പിക്കുമ്പോഴായിക്കോട്ടെ, എന്ത് കാര്യം പഠിക്കുമ്പോഴായിക്കോട്ടെ, നമ്മളൊരു പുതിയ കാര്യം പഠിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ കുട്ടികൾ ഒരു പുതിയ കാര്യം പഠിപ്പിക്കുന്നതിന് മുന്നേ ടീച്ചർ എന്ത് ചെയ്യും, അവർക്കുള്ള കാര്യങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള അവർക്ക് മുന്നേ അറിയാവുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യും അല്ലെ. നമ്മളിപ്പോ ഒരു പുതിയ ടോപ്പിക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോഴായിക്കോട്ടെ, ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപേ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, നമ്മളുടെ മുന്നറിവ് പരിശോധന, യെസ്, അത് നമ്മൾ ചെക്ക് ചെയ്യും. അതാണ് ഏറ്റവും ആദ്യം നടക്കുന്നത്. റീകോൾ ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ അതാണ് ഏറ്റവും ആദ്യം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ പുതിയ ഐഡിയാസും കോൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമതായിട്ടായിരിക്കും ടീച്ചർ ഒരു പുതിയൊരു കാര്യം, പുതിയ ഐഡിയാസ്, കോൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അത് പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കും അല്ലെ. എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു നമ്മൾ പഠിച്ച ആ ഒരു തിയറി ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. നമ്മളൊരു തിയറി പഠിപ്പിച്ചു, ആ തിയറിയുടെ എക്സാമ്പിൾസ് പഠിപ്പിക്കുന്നത് ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സാമ്പിൾ ഒക്കെ പഠിച്ചു വരുമ്പോൾ തിയറിയും ആ ഒരു എക്സാമ്പിളും വെച്ചിട്ട് നമ്മൾ ഒരു കണക്ഷൻ ഉണ്ടാക്കും അല്ലെ. ഒരു കണക്ഷൻ ഉണ്ടാകും. അതായത് ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കും. പിന്നീട് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും, വേറെ ഏതൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പഠിക്കുകയാണ്. ഈ തിയറിയുടെ ബേസിസിൽ നമ്മൾക്കൊരു പുതിയ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അതാണ് പ്രൊഡ്യൂസ് ന്യൂ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുട്ടികളുടെ നോളജ് ടെസ്റ്റ് ചെയ്യുക, എത്രത്തോളം ആ ഒരു ടോപ്പിക്കിൽ കുട്ടികൾക്ക് ഒരു പ്രീവിയസ് നോളജ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നീട് പുതിയ ഐഡിയാസും കോൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, എന്താണോ പഠിപ്പിക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. പിന്നീട് ആ പറഞ്ഞു കൊടുത്ത ഇൻഫർമേഷൻ ഒരു പുതിയ സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളത്, അതിന്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു കണക്ഷൻ ഉണ്ടാക്കുക, അതായത് തിയറിയും ആ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുക. പിന്നീട് അത് വെച്ചിട്ട് ആ ഒരു ഡീപ്പ് ലേണിംഗ് സാധ്യമായതിനു ശേഷം ഒരു പുതിയ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, പുതിയ കാര്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് statements are correct pertaining to teaching? ടീച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് മാർക്ക് ചെയ്യേണ്ടത്. എല്ലാവരും ഒരുമിച്ച് ഡി മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആൻസർ അപ്പോ ഡി തന്നെയാണ് കേട്ടോ.
നമുക്ക് നോക്കാം. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, ടീച്ചിങ്ങും ലേണിംഗും റിലേറ്റഡ് ആണ് കംപ്ലീറ്റ്ലി. അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. രണ്ടാമത്തത്, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, അത് രണ്ടും സെയിം ആണെന്നുള്ളതാണ്. പക്ഷെ അല്ല കേട്ടോ, ടീച്ചിങ് വേറെ, ട്രെയിനിങ് വേറെ. ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതായത് ടീച്ചിങ് എന്ന് പറഞ്ഞാല് കേവലം കുട്ടികൾക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുക, ഐഡിയാസ് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക അല്ല. ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് ഡൊമൈനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ് ആണല്ലേ ടീച്ചിങ് എന്ന് പറഞ്ഞാല്. കുട്ടിയുടെ അക്കാഡമിക് ഡൊമൈന് മാത്രമല്ല, കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡൊമൈന് മാത്രമല്ല, കുട്ടിയുടെ ഇമോഷണൽ ഡൊമൈൻ ആയിക്കോട്ടെ, സോഷ്യൽ ഡൊമൈൻ ആയിക്കോട്ടെ, വാല്യൂസ് പകർന്നു കൊടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെ എല്ലാ ഡൊമൈനെയും കവർ ചെയ്യുന്ന ഒരു എന്താ പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു ടീച്ചർ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കണം, ഒരു വാം നർച്ചറിങ് റിലേഷൻഷിപ്പ് ആയിരിക്കണം കുട്ടിയും ടീച്ചറും തമ്മിൽ. പക്ഷെ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ ഇത്തരത്തില് എല്ലാ ഡൊമൈനെയും കവർ ചെയ്യണം. ആ ഒരു ട്രെയിനർ എല്ലാ ഡൊമൈനെയും, കുട്ടിയുടെ എല്ലാ ഡൊമൈനെയും കവർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുമായിട്ടൊരു നർച്ചറിങ് വാം റിലേഷൻഷിപ്പ് പങ്കുവെക്കണമെന്നോ ഒന്നുമില്ല. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്കിൽ ഉണ്ടാകും. ഒരു സ്കിൽ ടീച്ചിങ്ങിനെയാണ് ട്രെയിനിങ് എന്ന് പറയാം. ഇന്റൻസീവ് ആയിട്ട് ഒരു സ്കില്ല് കുട്ടികളിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, അതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇന്റൻസീവ് കോച്ചിങ്, ഒരു സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള, ഒരു കുട്ടിക്ക് നേടിയെടുക്കുന്നതിനുള്ള ഒരു ഇന്റൻസീവ് കോച്ചിങ്ങിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല. ഓക്കെ, ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെ. എല്ലാ നല്ല ടീച്ചിങ്ങും ഫോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എ ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ. നമ്മളുടെ ടീച്ചർ ഒരിക്കലും നമ്മളുടെ ഒരു സീനിയർ പേഴ്സൺ ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വേറസ് ലേണിംഗ് ഈസ് എൻ ഇൻഡിവിജ്വൽ ആക്ട്. നമുക്കറിയാം ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ആക്ട് ആണ്. ഓക്കെ, അതായത് ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ, അതാണ് ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. പക്ഷെ ലേണിംഗ് നമ്മൾക്കറിയാം, ലേണിങ്ങിനെ പല സോഷ്യൽ ഏജൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ ലേണിങ്ങും കംപ്ലീറ്റ്ലി ആ ഒരു ഇൻഡിവിജ്വലില് ഇന്റേണൽ ആയിട്ടുള്ള, ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് പഠിക്കാനുള്ളത് മറ്റാരും പഠിക്കില്ല, നമ്മൾ തന്നെ പഠിച്ചിരിക്കണം. അത് നമ്മൾ തന്നെ ആ ഒരു പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. അതൊരു ഇൻഡിവിജ്വൽ ആക്ട് ആണ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One must become teacher with intrinsic motivation. What is not the intrinsic motivation to become a teacher? One must become teacher with intrinsic motivation. What is not the intrinsic motivation to become a teacher? അതായത് ഒരാൾക്ക് ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആവശ്യമാണ്. ഒരു നല്ല ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആവശ്യമാണ്. അപ്പൊ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതില് ഏത് പോയിന്റ് ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലാത്തത് എന്നുള്ളതാണ്. ഇൻട്രിൻസിക് മോട്ടിവേഷനിലൂടെ അല്ലാത്ത ഒരു കാര്യം എന്നുള്ളതാണ്. ഏതായിരിക്കും? വളരെ സിമ്പിൾ ആണ്. മോട്ടിവേഷൻ എന്താണെന്നുള്ളത് നമ്മൾക്കറിയാലോ അല്ലെ. മോട്ടിവേഷൻ അല്ലെ, നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അകത്ത് നിന്നുള്ള ഒരു ഡ്രൈവിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോട്ടിവേഷൻ രണ്ട് രീതിയിലുണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു കാര്യമാണ്. അത് നമ്മളുടെ ഇൻട്രസ്റ്റ് ആകാം, നമ്മുടെ പാഷൻ ആകാം. ഓക്കെ, നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാകാം. ഓക്കെ, അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. നമ്മളുടെ അകമേ നിന്ന് വരുന്ന കാര്യമാണ്. നമ്മളുടെ ഇഷ്ടങ്ങളാകാം, നമ്മുടെ പാഷൻ ആകാം. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് കിട്ടുന്ന റിവാർഡ്സ് ആണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ ഒരു ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു. ആ ടീച്ചർക്ക് ടീച്ചിങ്, കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ചുറ്റും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ടീച്ചറിന്റെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഇനി ടീച്ചർക്ക് പഠിപ്പിക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ആ ഒരു കോളേജിൽ നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോ ഈ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ആ സാലറി കണ്ടിട്ടായിരിക്കും ആ ഒരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ആ ജോലി ആ ടീച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആയിരിക്കുള്ളൂ. സോ ഹാൻസം സാലറി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലാത്തത്. നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്, അതുപോലെ തന്നെ ഡൂയിങ് ഇറ്റ് ഫോർ ഇറ്റ് സേക്ക്, ഗ്രോത്ത് ഓഫ് വൺ സെൽഫ്, ഇതൊക്കെ നമ്മളുടെ അകത്ത് നിന്ന് വരുന്ന കാര്യങ്ങളാണ്. സോ ഇതൊക്കെ ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the self-regulated learner will have, താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സിൽ ഒരു സെൽഫ് റെഗുലേറ്റഡ് ലേണർക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സെൽഫ് റെഗുലേറ്റഡ് ലേണർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് കറക്റ്റ് ആക്കിയിട്ടുള്ള ഒരു ആൻസർ ആണ്, ഒരു ഓപ്ഷൻ ആണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നോളജ് അബൌട്ട് ദംസെൽസ്, സബ്ജക്ട്, ടാസ്ക് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ്. Self-regulated will have good technical knowledge and availability of devices to access knowledge, good attention, memory and reflection, proper plans for the future and the skills to execute them. ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു സെൽഫ് റെഗുലേറ്റഡ് ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ചെയ്യുന്ന കാര്യത്തില്, ആളുടെ സബ്ജക്റ്റ്, ആള് ചെയ്യുന്ന ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾ എങ്ങനെയാണോ ആളുടെ ലേണിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, സോ ആളുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ആൾക്ക് വ്യക്തമായിട്ടുള്ള അറിവ് വേണം. അവർക്ക് തന്നെ പറ്റിയിട്ടുള്ള തന്റെ നോളജ് എവിടെയാണ്, പ്രീവിയസ് നോളജ് എത്രത്തോളം ഉണ്ട്, ഇനി എത്രത്തോളം പഠിക്കാനുണ്ട്, ഞാൻ ഇങ്ങനത്തെ ലേണിംഗ് സ്റ്റൈലാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പോയാൽ ശരിയാകുമോ, അങ്ങനെയുള്ള തന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നോളജ് വേണം. ആ സബ്ജക്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നോളജ് വേണം. ടാസ്കുകളെ കുറിച്ചിട്ടും എന്ത് സ്ട്രാറ്റജി ആണ് നമ്മൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഒരു സെൽഫ് റെഗുലേറ്റഡ് ലേണർക്ക് എന്താ നോളജ് വേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of interference refers to the difficulty in retrieving material due to the interference of previous material? നിങ്ങൾ ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന കുറച്ച് ടേംസ് ആയിരിക്കും കേട്ടോ. സ്ക്രീൻ മാറിയിട്ടില്ല, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ അല്ലേ? 10ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ കാണുന്നേ? ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഇന്റർഫിയറൻസ്, ഏത് ടൈപ്പ് ഓഫ് ഇന്റർഫിയറൻസ് ആണ് ഡിഫിക്കൽട്ടി ഇൻ റിട്രീവിംഗ് മെറ്റീരിയൽ ഡ്യൂ ടു ദ ഇന്റർഫിയറൻസ് ഓഫ് പ്രീവിയസ് മെറ്റീരിയൽ? അതായത് മുൻപ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ മുൻപ് കുറച്ച് പഠിച്ച കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് മെമ്മറിയിലോട്ട് കയറ്റാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഇന്റർഫിയറൻസിന് എന്താണ് പറയുന്നത് എന്നാണ് ഡിഫിക്കൽട്ടി ഇൻ റിട്രീവിംഗ് മെറ്റീരിയൽ ഡ്യൂ ടു ദ ഇന്റർഫിയറൻസ് ഓഫ് പ്രീവിയസ് മെറ്റീരിയൽ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് പറയാം, അതിനുശേഷം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആഹാ, കൊള്ളാലോ, എയും ബിയും സിയും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഡിയും വന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയണം. എന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്നാണ്. ഈ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മലയാളത്തിൽ എന്താ പറയാ, എന്താ അതിന്റെ മീനിങ് എന്താ? ഇന്റർഫിയർ ചെയ്യുക അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യെസ്, തടസ്സമാണ് അല്ലെ? ഒരു തടസ്സം വരലെയാണ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഈ പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ആയാലും റിട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ആയാലും ഡീകെ ആയാലും ഇതൊക്കെ നമ്മൾ എന്താ പേര് കേട്ടിട്ട് പേടിക്കണ്ട, ഇതൊക്കെ നമ്മളുടെ ഓപ്ഷനിൽ കണ്ടതാണ്, നമ്മുടെ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ വന്ന ടേംസ് ആണ് കേട്ടോ. പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്, റിട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്, ഡീകെ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഫോർഗെറ്റിങ്ങിന്റെ തിയറീസ് ആണ്. അതായത് നമ്മൾ മനുഷ്യന്മാരെങ്ങനെ കാര്യങ്ങൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്,
അതൊക്കെയാണ് ഈ പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ഒരു ടൈപ്പ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. റിട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ഒരു ടൈപ്പ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. DQ ഒരു ടൈപ്പ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. അതായത് എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു കാര്യം നമ്മളുടെ മെമ്മറിയിലേക്ക് കയറ്റാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ മറന്നു പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊആക്റ്റീവ് ഇന്റർഫിയറൻസും റിട്രോആക്റ്റീവ് ഇന്റർഫിയറൻസും DQ ഒക്കെ അതിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മറന്നു പോകുന്നത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ ആദ്യം നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, റിട്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്താണെന്ന് നോക്കാം. റിട്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാപ്പൻസ് വെൻ ന്യൂലി ലേൺഡ് ഇൻഫർമേഷൻ ഇന്റർഫിയേഴ്സ് വിത്ത് ദ റീകോൾ ഓഫ് ഓൾഡ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പഴയ ഒരു കാര്യം മറന്നു പോകുന്നതിനെയാണ് റിട്രാക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പുതിയ കാര്യം ലേൺ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ പഴയ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ ഇടയാകും എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഫോൺ നമ്പർ മാറി, നമ്മൾക്ക് പുതിയൊരു ഫോൺ നമ്പർ കിട്ടി, നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഴയ ഫോൺ നമ്പർ മറക്കാൻ ഇടയാകും, പഴയ ഫോൺ നമ്പർ നമ്മളുടെ മെമ്മറിയിൽ നിന്ന് പോകും. അതിനെയാണ് സിംപ്ലി റിട്രാക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. വെൻ ന്യൂലി ലേൺഡ് ഇൻഫർമേഷൻ ഇന്റർഫിയേഴ്സ് വിത്ത് ദ റീകോൾ ഓഫ് ഓൾഡ് ഇൻഫർമേഷൻ. പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ മറക്കുന്നതിനെയാണ് റിട്രാക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? റിട്രാക്റ്റീവ് ഇന്റർഫിയറൻസിലൂടെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറിയിൽ നിന്ന് കാര്യങ്ങൾ എക്സാമിന് പഠിക്കുമ്പോഴുള്ള അവസ്ഥ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അതാണ് റിട്രാക്റ്റീവ് ഇന്റർഫിയറൻസ്. പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ മറന്നു പോകുന്നതിനെയാണ് റിട്രാക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം, പുതിയൊരു നമ്പർ കിട്ടുമ്പോൾ നമ്മൾ പഴയതിനെ മറന്നു പോകുന്നു, അതാണ് റിട്രാക്റ്റീവ് ഇന്റർഫിയറൻസ്. ഇനി അടുത്തതാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് നേരെ തിരിച്ചിട്ടോ. അതായത് നമ്മൾക്ക് ഓൾഡ് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, നമ്മൾ മുന്നേ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയൊരു കാര്യം നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്, ഒരു രീതിയിൽ ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അറിവുള്ളത് കൊണ്ട്, ആ ഒരു നോളജ് ഉള്ളത് കൊണ്ട് പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അതിനെയാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള കാറ് ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്, ഗിയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഗിയറുള്ള കാറൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഓടിക്കണേന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കിലോട്ട് മാറുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. അതായത് മുന്നേ ആ ഒരു ലേണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ പുതിയൊരു ലേണിംഗ് നമ്മൾക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല. അതിനെയാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ജസ്റ്റ് ആലോചിക്കുക. റിട്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ പഴയതിനെ മറന്നു പോവാണ്. ഓക്കെ, പഴയതിനെ നമ്മൾ മറന്നു പോവാണ്, അതാണ് റിട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്. പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുള്ളത് കൊണ്ട് പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് പറ്റുന്നില്ല, പുതിയൊരു കാര്യം കേറുന്നില്ല, അതാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്. ഓക്കെ അല്ലേ? ഇനി DK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? DK സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് ഫെയ്ഡിങ് ഓഫ് മെമ്മറി ഓവർ ടൈം ഡ്യൂ ടു ഡിസ്യൂസ്. അതായത് നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മറക്കും അല്ലെ? അതാണ് DK. അതായത് നമ്മൾ ഒരുപാട് കാലം നമ്മൾ ജസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായി, ഓക്കെ, പിന്നെ നമ്മൾ റിവൈസ് ഒന്നും ചെയ്തില്ല. എക്സാമിന്റെ തലേ ദിവസം നമ്മൾ വിചാരിക്കും, ഓക്കെ അത് ക്ലാസ് എടുത്തപ്പോൾ സിമ്പിൾ അല്ലേ, നമുക്കറിയാം, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ എക്സാമിന്റെ തലേദിവസം ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല. കാരണം എന്താ? നമ്മൾ റിവൈസ് ചെയ്തില്ല. അപ്പോ ഡിസ്യൂസിലൂടെ, നമ്മൾ യൂസ് ചെയ്യാത്തത് മൂലം നമ്മളുടെ മെമ്മറിയിൽ നിന്ന് ഫെയ്ഡ് ആയി പോകും. അത്തരത്തിലുള്ള അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് DK എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ DKയിലൂടെയും ഫോർഗെറ്റിംഗ് സംഭവിക്കും എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന് ശരിക്കും നമ്മൾ എന്താണ് റിട്രാക്റ്റീവ്, എന്താണ് പ്രോ ആക്റ്റീവ്, എന്താണ് DK എന്നൊക്കെ പഠിച്ചപ്പോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയല്ലേ. ഇപ്പൊ വിച്ച് ടൈപ്പ് ഓഫ് ഇന്റർഫിയറൻസ് റെഫേഴ്സ് ടു ദ ഡിഫിക്കൽട്ടി ഇൻ റിട്രീവിംഗ് മെറ്റീരിയൽ ഡ്യൂ ടു ദ ഇന്റർഫിയറൻസ് ഓഫ് പ്രീവിയസ് മെറ്റീരിയൽ. അതായത് ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ, മുന്നേ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് പുതിയൊരു കാര്യം നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഡിഫിക്കൽട്ടി ഇൻ റിട്രീവിംഗ് മെറ്റീരിയൽ ഡ്യൂ ടു ദ ഇന്റർഫിയറൻസ് ഓഫ് പ്രീവിയസ് മെറ്റീരിയൽ, അതാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ?
ഓക്കെ, ഫാലസി പഠിച്ചിട്ട് ഇന്ത്യൻ ലോജിക്ക് പഠിക്കാൻ പാടുപെടുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഡിസ്ഫങ്ഷൻ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോർഗെറ്റിങ്ങുമായിട്ടോ മെമ്മറിയുമായിട്ടോ ഒന്നും വലിയ ഒരു ബന്ധമില്ലാത്ത ജസ്റ്റ് ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ ഡിസ്ഫങ്ഷൻ. അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. മോഡേൺ ആൻഡ് ICT ടൂൾസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. For creating mind maps to brainstorm ideas during a class, which of the following are the most suitable tools used for this purpose? മൈൻഡ് മാപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതായത് ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടിയിട്ട്, മൈൻഡ് മാപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ഇതിൽ അറിയുന്ന ടൂൾസ് ഉണ്ടാകും, അറിയാത്ത ടൂൾസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഓപ്ഷൻസ് ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, കൂടുതൽ പേരും കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ കൂടുതൽ പേരും പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇതെല്ലാം മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ആണ് കേട്ടോ. മൈൻഡ് മേസ്റ്റർ നമ്മൾക്കറിയാം, മൈൻഡോമോ, അതുപോലെ തന്നെ കോഗിൾ, മിറോ, ഇതൊക്കെ മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണ്. പോപ്ലെറ്റ് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പിങ്ങിനും ബ്രെയിൻ സ്റ്റോമിങ്ങിനും വേണ്ടിയിട്ട്, രണ്ടിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് പോപ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതില് 4 നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മൈൻഡ് മാപ്സ് പറയുമ്പോൾ. ഈ 4 കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ നമ്മൾക്ക് എന്താ കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following softwares or apps would a teacher use to create formative assessment that provides immediate feedback to students during a live quiz session? ഒരു ഫോർമേറ്റീവ് അസസ്മെന്റിന് വേണ്ടിയിട്ട് ടീച്ചർ യൂസ് ചെയ്യുന്ന, അതായത് കുട്ടികൾക്കൊരു ക്യുസസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലാസ് റൂമിൽ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതൊക്കെയാണെന്നുള്ളതാണ്. മൈൻഡ് മേസ്റ്റർ ഉണ്ട്, കഹൂട്ട് ഉണ്ട്, മിറോ ഉണ്ട്, ക്യുസിസ് ഉണ്ട്. സിമ്പിൾ ആണല്ലേ? യെസ്, നിങ്ങൾ കൂടുതൽ പേരും ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. നമ്മൾക്കറിയാം കഹൂട്ടും ക്യുസിസും ആണ് ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, ക്യുസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. മൈൻഡ് മേസ്റ്ററും മിറോയും നമ്മൾക്കറിയാം അതെന്താണ്, മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ആണ്. ഓക്കെ,